നമസ്കാരം. ബി ജെ പിക്ക് 3 സീറ്റുകൾ കിട്ടുമെന്ന് ക്രൈം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഞാൻ വെളിപ്പെടുത്തിയ സീറ്റിലല്ല ബി ജെ പി വിജയിച്ചിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം നേമത്ത് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നു, കഴക്കൂട്ടത്ത് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം മൂന്നാമത്തെ സീറ്റ് പാലക്കാടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പാലക്കാട് സീറ്റിൽ അവർ വിജയിച്ചില്ല. പകരം ഗോപകുമാർ ചാത്തന്നൂർ സീറ്റ് അട്ടിമറി വിജയത്തോടെ പിടിച്ചെടുത്തു. നമുക്കറിയാം, കഴക്കൂട്ടത്ത് 428 വോട്ടോട് കൂടിയിട്ട് CPM വോട്ട് മറച്ചു കൊടുത്തിട്ട് തന്നെയാണ് കഴക്കൂട്ടത്ത് UDF BJP വിജയിച്ചിട്ടുള്ളത്. അതുപോലെ നേമത്ത് അവസാന ഘട്ടത്തിൽ CPM അനുകൂലമായ മേഖലകളിൽ നിന്ന് ആണ് വോട്ട് വന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ CPM മറച്ചു കൊടുത്ത വോട്ടാണ് അവിടെ വിജയിച്ചതെങ്കിൽ സ്വന്തം കഴിവുകൊണ്ട് അല്ല ഗോപകുമാർ അവിടെ വിജയിച്ചുള്ളൂ. അവിടെ CPIക്ക് വോട്ട് കൊടുത്തണ്ട, CPMന്റെ വോട്ട് മറച്ചാൽ മതി എന്നുള്ള തീരുമാനം കൃത്യമായി പാലിച്ചിട്ടുള്ള 10 മണ്ഡലങ്ങളിൽ ഒരു സ്ഥലമാണ് ചാത്തന്നൂർ. അവിടെ ഏകദേശം 3500-4000 വോട്ടാണ് മറച്ചത്. അത് ഡബിളായി മാറുന്നു ഇവിടേക്ക് BJPക്ക് അമ്മ കുറമ്പോൾ എന്നുള്ളതാണ് സത്യം. എന്നാൽ ഗോപകുമാർ അട്ടിമറി വിജയത്തോടെ ജയിച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ ജയിക്കുമെന്ന് 100% പ്രതീക്ഷിച്ച പാലക്കാട് തോറ്റത്? ഇതിനെക്കുറിച്ച് ഞാൻ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വാർത്ത ചെയ്തിരുന്നു. അതായത് അവിടെ BJP എന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിലെ കിട്ടേണ്ടതായ 10,000 വോട്ടുകൾ ആർക്ക് അനുകൂലമായി മറിച്ചു? രമേശ് പിഷാരടിക്ക് അനുകൂലമായി മറിച്ചു. അതിൻ്റെ ഫലമായിട്ട് രമേശ് പിഷാരടിക്ക് 2000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുനിസിപ്പാലിറ്റി ഏരിയയിൽ കിട്ടിയത്. നമുക്കറിയാം, പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ആണ് BJPയുടെ ശക്തി കേന്ദ്രം. അവിടെ 53 വാർഡിൽ 40 വാർഡുകളിലും ശോഭാ സുരേന്ദ്രന് ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. കാരണം ഹിന്ദു വോട്ടുകളുള്ള ഈ ഭൂരിപക്ഷമുള്ള ഏരിയ ആണ് ഈ 40 വാർഡുകൾ. ഇവിടെ കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്ക് 2024 അതായത് വെറും 1.5 വർഷം മുമ്പ് ഇലക്ഷൻ നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിൽ അവിടെ വിജയിച്ചിട്ടുള്ള ആരാണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് 58,389 വോട്ടാണ് കിട്ടിയെങ്കിൽ C. കൃഷ്ണകുമാർ BJPക്ക് 39,549 വോട്ടാണ് കിട്ടിയത്. P. ഷറീന് CPMന്റെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് 37,293 വോട്ടാണ് കിട്ടിയത്. ഇവിടെ 39,549 വോട്ടുള്ള BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 10,000 വോട്ട് വർദ്ധിപ്പിച്ച് ഇത്തവണ അവിടെ 49,052 വോട്ടായി. കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന് 58,389 വോട്ടാണെങ്കിൽ കിട്ടിയെങ്കിൽ ഇത്തവണ 62,199 വോട്ടായിട്ട് വർദ്ധിച്ചു. എന്നാൽ CPMന്റെ വോട്ട് 37,293 വോട്ടിൽ നിന്ന് 33,031 വോട്ട് അവിടെ ആയിട്ട് കുറഞ്ഞു. ഏകദേശം 4,000 വോട്ടിൻ്റെ കുറവാണ് CPMനുള്ളത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ തോറ്റതെന്നാണ് ഇനി ചോദ്യം. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ എങ്ങനെയാ പോയാലും കഴിഞ്ഞ തവണ BJP പിടിച്ചതിൽ നിന്ന് ഒരു 20,000 വോട്ട് സ്വന്തമായി പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനുള്ള ആംബിയർ ഉള്ള നേതാവാണ് അവർ എവിടെ മത്സരിച്ചാലും അവിടെയെല്ലാം വൻ ഭൂരിപക്ഷമാണ് അവർ ഉണ്ടാക്കാറ്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വോട്ട് വർധനവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, മുമ്പ് പാലക്കാട് തന്നെ 2011 22,000 വോട്ട് രാജഗോപാൽ നേടിയെടുത്ത് 2016 BJPയെ 2ാം സ്ഥാനത്ത് എത്തിച്ചു 40,000 വോട്ട് നേടിക്കൊണ്ട് ഏകദേശം 18,000 വോട്ടാണ് അതിൽ വർദ്ധിപ്പിച്ചെടുത്തത്. പിന്നീട് നമുക്കറിയാം, ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ അവിടെ 1,28,000 വോട്ടുള്ളത് 2,40,000 വോട്ടായിട്ട് അവിടെ BJP വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാവരും കണ്ടത്. പിന്നെ കഴക്കൂട്ടത്ത് മത്സരിച്ചെങ്കിൽ ക്രൈമിനെ സ്വാധീനിച്ച് ക്രൈമിനെ കൊണ്ടൊരു വീഡിയോ കൃത്യമായി V. മുരളീധരനെ K. സുരേന്ദ്രനെ അനുയായികൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തെളിവ് സഹിതം ഹാജരാക്കിയ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം ഞാൻ അന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ അവിടെ കഴക്കൂട്ടത്തെ പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് അവർ കണ്ടത് ആലപ്പുഴയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച് 1,40,000 വോട്ടുണ്ടായിരുന്ന BJPക്ക് 2,99,000 വോട്ട്, 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുന്നതാണ് കണ്ടത്. ഒരു മണ്ഡലത്തിൽ ആവറേജ് 42,000 വോട്ടാണ് അവർ പിടിച്ചത്. 2 മണ്ഡലങ്ങളിൽ അവർ കായംകുളത്തും ഹരിപ്പാടും 2ാം സ്ഥാനത്തെത്തി ഏകദേശം 50,000-ഓളം വോട്ടുകളാണ് അവരവിടെ പിടിച്ചത്. അതിൻ്റെ അർത്ഥം അവരെവിടെ നിൽക്കുന്നോ അവർ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള
ഒരു അസാധാരണ കഴിവുള്ള ക്രൗഡ് പുള്ളർ നേതാവാണ്. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് പാലക്കാട് പിന്നെ തോറ്റത്? എല്ലാവരും പറയുന്നത് അവസാന ഘട്ടത്തിലുണ്ടായ അവർക്കെതിരെ വന്ന ചില ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവിടെ തോറ്റത് എന്ന് വളരെ വ്യക്തമായി പറയും. ഒന്നാമത്തത്, BJPക്കുള്ളിൽ ശക്തമായ രൂപത്തിൽ അവർക്കെതിരെയുള്ള ചില നേതാക്കന്മാർ പ്ലാൻ ചെയ്ത് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ വഴി ഏകദേശം 10,000 വോട്ടുകൾ, അവർക്ക് കിട്ടേണ്ടതായ വോട്ടുകൾ ആർക്ക് മറച്ചു കൊടുത്തു? രമേശ് പിഷാരടിക്ക് മറച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. രമേശ് പിഷാരടിക്ക് മറച്ചു കൊടുത്തത് വഴിയാണ് അവർക്ക് രമേശ് പിഷാരടിക്ക് 64,000 വോട്ടായി മാറിയത്. നമുക്കറിയാം 54,000 വോട്ടായിരുന്നു സാധാരണ ലെവലിൽ അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് UDFന്. ഷാഫി പറമ്പിൽ നിന്ന് 54,000 വോട്ടായിരുന്നു. 50,000 വോട്ടാണ് 2021 ഇലക്ഷനിൽ ശ്രീധരന് കിട്ടിയത്, മെട്രോമാൻ ശ്രീധരന് കിട്ടിയത്. അന്ന് 54,000 വോട്ട് കിട്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്, ഏകദേശം 4,000-ഓളം വോട്ട്. അപ്പം ഇത്തവണ അത് 64,000-ആയി. യഥാർത്ഥത്തിൽ ഇത് BJPയുടെ വോട്ടാണ്. അത് എവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ അവിടെ നിന്നാണ് സംഘടിതമായി അവർക്ക് വോട്ട് മറിച്ചത്. കൂടാതെ ഒരു 3,000-4,000-ഓളം വോട്ട് CPMൻ്റെ വോട്ട് മറച്ചിട്ടുണ്ട്. ആർക്ക് അനുകൂലമായിട്ട്? രമേശ് പിഷാരടിക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലായി തരാം. പിണറായി വിജയൻ എതിരെ അവർ നിയമസഭയിലെത്തിയാൽ കൈയോങ്ങുമെന്ന് അവർ പറഞ്ഞിരുന്നു. മാത്രമല്ല ശക്തമായ പോരാട്ടം നടത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും പിണറായി വിജയൻ പാലക്കാട് CPMൻ്റെ സെക്രട്ടറി സുരേഷ് ബാബുവിനെ വിളിച്ച് കൃത്യമായി അവിടെ ഒരു 5,000 വോട്ടെങ്കിലും മറച്ചു കൊടുക്കണമെന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ആർക്കെതിരെ? ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണം എന്നുള്ള അജണ്ട കൃത്യമായി കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ അവർ 4,000 വോട്ട് അവിടെ മറച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് സരിന് കിട്ടിയ 37,293 ആണെങ്കിൽ ഇത്തവണ 33,931 വോട്ടാണ് NMR എന്ന് പറയുന്ന NMR റസാക്കിന് കിട്ടിയത്. മുസ്ലിം വോട്ടർമാർ നല്ല സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് ഈ പറയുന്ന NMR റസാക്ക്. എന്നിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് 33,000 വോട്ടേ കിട്ടിയുള്ളൂ. അതിന് കാരണം 4,000-ഓളം വോട്ട്, കൃത്യമായി പറഞ്ഞാൽ 4,000-ഓളം വോട്ട് അവിടെ കൃത്യമായി വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP 3-ാം സ്ഥാനത്ത് നിന്നു. 2-ം സ്ഥാനത്ത് 43,000-ഓളം വോട്ട് നേടിക്കൊണ്ട് CPM ആയിരുന്നുണ്ടായിരുന്നു. അവർക്ക് 10,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതുണ്ടാവുന്ന സ്വാഭാവികമാണ് വിചാരിക്കാം. പക്ഷെ ഇവിടെ സംഘടിതമായിട്ട് CPMൻ്റെ ഒരു 4,000 വോട്ടും BJPയുടെ ഒരു 10,000 വോട്ടും കൃത്യമായി മറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ പിഷാരടി അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ യാതൊന്നല്ല. സംഘടിതമായി ഹിന്ദു വോട്ടർമാരുള്ള 40 വാർഡുകളാണുള്ളത്. ആ 40 വാർഡുകളിലും ശോഭാ സുരേന്ദ്രന് മുൻപന്തിയിലെത്തേണ്ടായിരുന്നു. പ്രത്യേകിച്ചും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും, മൂത്താന്തറ പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് പിന്നോട്ട് പോയി. മാത്രം മുനിസിപ്പാലിറ്റി ഏരിയയിൽ രമേശ് പിഷാരടിക്ക് 2,000 വോട്ടിൻ്റെ പിന്നോട്ട് പോകേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നടന്നത്. കൃത്യമായി സംഘടിതമായി വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് പഞ്ചായത്തുകളിലേക്ക് കഴിഞ്ഞാൽ, മുനിസിപ്പാലിറ്റി ഏരിയ കഴിഞ്ഞ് മറ്റു പഞ്ചായത്തുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഈ ഏരിയയിലൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞ സംഘടിതമായി BJPക്ക് അനുകൂലമായി കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതായതാണ് കാരണം. ശരിക്കും മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് മാത്രം അവരൊരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടേണ്ടതായിരുന്നു. അത് അട്ടിമറിച്ചത് കൊണ്ടാണ് ഇത്തവണ അവർ പരാജയപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കരുതെന്ന് ആരേക്കാൾ അധികം അജണ്ട സുരേന്ദ്രനും മുരളീധരനും ഉണ്ടായിരുന്നു. അത് കൃത്യമായി പ്രാവർത്തികമാക്കി പാലക്കാട് എന്നുള്ളതാണ് സത്യം. എന്നാൽ മുരളീധരനാകട്ടെ പിണറായി വിജയൻ്റെ വോട്ടോടുകൂടി, പിണറായി വിജയൻ്റെ സഹായത്തോടുകൂടിയിട്ട് തന്നെയാണ്, അതേപോലെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേമത്ത് പിണറായി വിജയൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമുള്ള വോട്ടോട് കൂടിയിട്ടാണ് അവസാന ഘട്ടത്തിൽ പിന്നോട്ടടിച്ചു വരേണ്ട സ്ഥലത്ത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുള്ള സ്ഥലത്ത്, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖരൻ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. അല്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തോൽക്കുമായിരുന്നു. 10 നിയോജക മണ്ഡലങ്ങളിൽ CPM BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. 109 മണ്ഡലങ്ങളിൽ BJP CPMന് വോട്ട് ചെയ്യുക എന്നുള്ള ധാരണയുണ്ടായിരുന്നത്. അത് കൃത്യമായി പ്രാവർത്തികമാക്കിയിട്ടുള്ള 3 സ്ഥലങ്ങളിലാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ പാലക്കാട് അങ്ങനെയല്ല. ശോഭാ സുരേന്ദ്രനോട് കൃത്യമായി
കെ സുരേന്ദ്രനെയും വി മുരളീധരൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന് കൃത്യമായി വിരോധമുണ്ടായിരുന്നു. അത് കൃത്യമായി പാലക്കാട് ജില്ലാ സെക്രട്ടറി CPM സെക്രട്ടറിയോട് നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവിടെ പരാജയപ്പെടാൻ കാരണം എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് BJPയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാരുടെയും CPMലെ ചില നേതാക്കന്മാരും എനിക്ക് ഇൻഫർമേഷൻ തന്നത്. ഇത് സത്യമാവാനാണ് സാധ്യത. കാരണം ഓട്ടോമാറ്റിക് അവിടെ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി വിജയിക്കേണ്ടതായിരുന്നു. മിനിമം ഒരു 10,000 വോട്ടിന് വിജയിക്കേണ്ടതായിരുന്നു. CPMന് അല്ല UDFന് മാക്സിമം പോയാൽ 53,000 വോട്ടേ കിട്ടുമായിരുന്നുള്ളൂ. അതേസമയം ശോഭാ സുരേന്ദ്രന് 63,000 വോട്ട് കിട്ടുമായിരുന്നു. ആ വോട്ട് 13,000 വോട്ട് 63,000 അല്ല, ഒരു 59,000 വോട്ട് വരെ 60,000 വോട്ട് വരെ അവർക്ക് കിട്ടുമായിരുന്നു. ആ വോട്ടാണ് ഇങ്ങോട്ട് മറഞ്ഞത്. CPMൻ്റെ വോട്ട് ഒരു 4,000 വോട്ടും 10,000 വോട്ട് BJPയുടെ വോട്ടും ചേർന്നിട്ടുള്ള കൊണ്ടാണ് അവിടെ രമേശ് പിഷാരടി വിജയിച്ചതെന്ന് കൃത്യമായി പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.